ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് രാവിലെ ഇഡ്ഡലി സാമ്പാർ വരുന്നത്. ഈ ഇഡ്ഡലിയുടെ ഈ ബാറ്ററും കൊണ്ട് തന്നെ കേട്ടോ നമുക്ക് പഴംദോശ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ വേറെ മാവ് ഉണ്ടാക്കണ്ടെന്ന് കാണിച്ചു കേട്ടോ. ഇതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാവേ. പിന്നെ ഈ സാമ്പാർ വറുത്തരച്ച സാമ്പാർ കേട്ടോ, മല്ലി മുളകൊക്കെ വറുത്തരക്കിയല്ലേ, അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇന്ന് നമ്മൾ പയർ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആഴ്ച 2 ദിവസം നമ്മൾ ചെറുപയർ മുളപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാവേ. പിന്നെ ഇത്രയും പഴുത്ത പഴം വേണം കേട്ടോ നമുക്ക് ഈ പഴംദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കറ ചവയ്ക്കും. അപ്പോൾ ആ പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. പിന്നെ ഒരു പാൻ വെച്ച് ആ പാൻ നല്ലപോലെ ചൂടാകുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് നമ്മുടെ ഈ പഴം നമുക്ക് കുക്കാക്കി എടുക്കണേ. കുക്കായി വരണം, അത്യാവശ്യം വെന്ത് കിട്ടണം. അപ്പോൾ ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് അത് വെന്ത് വന്നോളേ. വെള്ളമൊന്നും ഒഴിച്ചേക്കല്ലേ, ആ നെയ്യ് മാത്രം മതി. പിന്നെ ഒരു ചെറിയ ഫ്ലേവർ വരുന്ന പോലെ ഇച്ചിരി ഏലക്ക പൊടിച്ചിട്ട് കൊടുത്തേക്കണേ. പിന്നെ നമുക്ക് ശർക്കര ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കുക്കായിട്ട് ശർക്കര ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ ഈ പഴം വേകാതെ കിടക്കും. അന്നേരം വേറൊരു ടേസ്റ്റാണ്. പഴം ചുമ്മാ തിന്നുന്നതെന്ന് പറഞ്ഞാലും ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖമില്ല. പിന്നെ നമ്മൾ ആ ഇഡ്ഡലി ഉണ്ടാക്കിയതിന് കുറച്ച് മാവ് 2 നേരത്തൊക്കെ ആയിട്ടോ ഞാൻ ഇഡ്ഡലിക്ക് അരച്ച് വയ്ക്കാറ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 4 ദോശയ്ക്കുള്ള ആട്ടോ നമ്മളെടുത്ത് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേനും നമ്മുടെ പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അന്നേരത്തേനും എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഈ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ശർക്കര ഉരുകി വന്നു വെച്ചാൽ മാത്രം മതി, അത് ഒരു നൂല് വരുവാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ആ ദോശമാവ് അതുവഴി അങ്ങോട്ട് ഒഴിച്ച് നമുക്കത് സെറ്റാക്കി എടുക്കാം. പക്ഷേ ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 സ്പൂൺ കടലമാവും ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇച്ചിരി വെള്ളത്തിലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച്, കട്ട കെട്ടാതിരിക്കാനാണ് വേറെ മിക്സ് ചെയ്ത് ഒഴിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് നേരിട്ടിട്ട് അത് കട്ടയായിട്ട് കിടക്കുവേ. എന്നിട്ട് അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം നമ്മുടെ ബാറ്ററിൻ്റെ അകത്തോട്ട്. അപ്പം പുതിയ ബാറ്റർ ഉണ്ടാക്കി ഒഴിച്ചുകൊണ്ട് ഉപ്പിൻ്റെ പോരായ്മ വരും. അപ്പോൾ ഇച്ചിരി ഉപ്പും ചേർത്ത് വെച്ച്, പിന്നെ അതൊന്ന് ലൂസാക്കണേ. കടലമാവ് കലക്കിയ പാത്രം ഉണ്ടല്ലോ, അതൊന്ന് ഇച്ചിരി ഒരു വെള്ളത്തിലൊന്ന് 2 സ്പൂൺ വെള്ളത്തിലൊന്ന് കഴുകി എടുത്തേക്കണേ. പിന്നെ നമ്മൾ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാനിൻ്റെ അകത്തോട്ട് നല്ലൊരു ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ ആ വെള്ളം അങ്ങ് കളഞ്ഞേക്കണം. അത് കളയാൻ ഞാൻ അടുത്തൊരു പ്ലേറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിച്ച് കളയാമല്ലോ. എന്നെങ്കിലും അതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആവുള്ളൂ നമ്മുടെ പാനിൻ്റെ. അല്ലെങ്കിൽ നമ്മൾ ഈ മാവ് ഒഴിച്ച് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ അതങ്ങ് പറഞ്ഞു പോരുവേ. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു തവി മാവെടുത്ത് ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ആ മാവൊന്ന് വെന്ത് വരുമ്പോൾ ചുറ്റിന് ഒരു 1/2 സ്പൂണോളം നെയ്യ് ഇതുപോലെ ആക്കി കൊടുക്കണം. ഇത് പിള്ളേർക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നെയ്യൊക്കെ കൊടുത്തുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടോ, എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ബ്രൗൺ കളറായി വരുന്നത് കണ്ടോ. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പഴത്തിൻ്റെ മിശ്രിതം, ഇപ്പം നമ്മൾ മസാല ദോശ ആണെങ്കിൽ ഇതുപോലെ തന്നെ ദോശ ഇട്ട് എടുക്കുക. എന്നിട്ട് ഈ പഴത്തിന് പകരം അവിടെ മസാല വെച്ചാൽ മതി കേട്ടോ. മസാല ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ദോശ ഇടുന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് ഒടിഞ്ഞാണ് ഇതിങ്ങോട്ട് വരുന്നത്. എന്നാ ടേസ്റ്റാണെന്നറിയാമോ, പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ഭക്ഷണമൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേരൊക്കെ ഉറപ്പായിട്ട് ഇത് കഴിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അതുപോലെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരച്ച് വയ്ക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒടിഞ്ഞൊടിഞ്ഞ് വന്നോളൂ. ഇത് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടുവേ. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.